നമ്മുടെ ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യന്മാരിൽ, പ്രിയ ശിഷ്യന്മാരിൽ ഒരാളാണ്. കാണുന്ന പ്രേക്ഷകരുടെ നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് നല്ല പാട്ടുകൾ കമ്പോസ് ചെയ്ത് തന്നിട്ടുള്ള ഒരു മ്യൂസിക് കമ്പോസർ. നല്ല പാട്ടുകളും നല്ല മണ്ണിന്റെ മണമുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. ഒരുവിധം നമ്മുടെ മനസ്സിൽ കത്തുന്നുണ്ട്. പറയട്ടെ, നമ്മളുടെ ഒക്കെ സ്വന്തം വിദ്യാധരൻ മാസ്റ്റർ. ഒരുപാട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമ്മുടെ ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് ഞാൻ മാസ്റ്ററെ സ്വാഗതം ചെയ്യാം. മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരളിന് കവർന്ന രാധികയെ പോലെ. മാഷേ നമസ്കാരം. നമസ്കാരം. കുറെ നാളായി കണ്ടിട്ട് മാഷിനെ. കുറെ സന്തോഷം. ഒരുപാട് സന്തോഷം മാഷ് ഇവിടെ വന്നതിൽ. ഒരുപാട് പണ്ട് മുതൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സിന് വരെ പാട്ടുകൾ തന്നുകൊണ്ടിരിക്കുകയാണല്ലേ മാസ്റ്റർ. നമ്മുടെ ലവ് യു മുത്തേ ലവ് യു എന്നുള്ള പാട്ടും നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങളുള്ള പാട്ടും എന്ത് വിധി ഇത് എന്നുള്ള പാട്ടുകൾ വരെ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് മാസ്റ്റർ. നമുക്ക് എന്തായാലും ആ പാട്ടുകളൊക്കെ കേൾക്കണം, മാസ്റ്ററുടെ വിശേഷങ്ങളൊക്കെ അറിയണം. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പാട്ടുകാരനായി വരണം എന്ന് വിചാരിച്ച് മ്യൂസിക് കമ്പോസിംഗിലേക്ക് കയറുന്നു, ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു തുടക്കത്തിലേ ഉള്ള? പാട്ടുകാരനാവാൻ ആഗ്രഹിച്ചിട്ട് മദ്രാസിൽ നാട് വിട്ട് പോയ ആളാ ഞാൻ. ഏത് വയസ്സിൽ? ഒരു 10-17 വയസ്സ്. ധൈര്യം വേണം. നാട് വിട്ട് പോയി ദേവരായ മാഷ പോയി കണ്ടു. അദ്ദേഹം ആ പാട്ട് പാടിച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഒരാളെ താമസിക്കുന്ന സ്ഥലത്തേക്ക് വിട്ടു. അത് ആള് വന്നപ്പോൾ ദേവരായ മാഷ് വിളിക്കുന്നുണ്ട്, മ്യൂസിക്കിൻ്റെ ഒരു സിനിമയുടെ പാട്ടിലെ ക്യാമ്പ് നടക്കുക, പാട്ടുകൾ അതിൽ കോറസിൻ്റെ വെർഷൻ പാടാൻ നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വേഗം ഉടുപ്പൊക്കെ മാറി വണ്ടിയിൽ കയറിയായിട്ട് കൊണ്ടുവന്നു. വണ്ടിയിൽ അപ്പോൾ നോക്കിയപ്പോൾ എന്നെ മനസ്സിലാവും ചോദിച്ചു ആള്. മനസ്സിലായില്ല. ഞാൻ പാട്ടുകാരൻ മെഹബൂബ എന്ന് പറഞ്ഞു. അയ്യോ, അദ്ദേഹം പാടുന്ന പാട്ടിൽ കോറസ് വെർഷൻ പാടാനാണ് ഈ കൊണ്ടുവന്നത്. ഞങ്ങൾ കൊണ്ടുപോകാൻ വന്നത് ആളും മെഹബൂബായിരുന്നു. അവിടെ ചെന്നപ്പോൾ വയലാറ് ഓർക്കസ്ട്ര 10-16 ആള് ദേവരായ മാഷ് ഇരുന്ന് പാട്ടുണ്ടാക്കുക, വയലാറ് എഴുതി കൊടുക്കുക, പാട്ട് പാടുന്നു കുറേ ആൾക്കാർ. അപ്പോൾ കോറസ് വെർഷനിലേക്ക് 2 ആൾ ഞങ്ങളും കൂടി ചേർന്നു. ഓ റിക്ഷാവാല എന്ന് തുടങ്ങുന്ന പാട്ട്. കൊല്ലം വണ്ടിക്ക് കുഞ്ഞാണ്ടിക്ക് ഒരു ഗോള് കിട്ടി. 50 ടൺ തൂക്കമുള്ളൊരു സേട്ട് അമ്പമ്പോ സേട്ടിന് 50 ടൺ തൂക്കമുള്ളൊരു പെട്ടി. അയ്യയ്യോ, ഈ അമ്പമ്പോ അയ്യയ്യോ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ജോയിൻ ചെയ്ത് പാടി ഒരു സിനിമയ്ക്കകത്ത് പാടി ഭരത സ്റ്റുഡിയോയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തു. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്. ദേവരായ മാഷെ കാണാൻ പോയി, കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം. ഓരോരുത്തരെ കൊണ്ടും പാടിച്ചു. പാട്ട് കേട്ടപ്പോൾ ആൾക്കാരെ മനസ്സിലാക്കി കാണുമല്ലോ, ഒരു വരി കേട്ടാൽ അറിയാലോ. പിന്നെ അദ്ദേഹം അത് ഓരോരുത്തരുടെ സ്റ്റഫ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കാണണം. അതാണ് ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ എൻ്റെ ആരംഭം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് കുറേ പാട്ടുകൾ, നാടകത്തിൻ്റെ കാര്യങ്ങളും പാട്ടുകളൊക്കെ ഉണ്ടാക്കി നാടോടി ഗാനങ്ങളും ഗ്രാമീണ ഗാനങ്ങളും ക്രിസ്ത്യൻ ഡിവോഷനും അങ്ങനെ പല വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ അന്വേഷിച്ച് ഒരു ട്രൂപ്പിൻ്റെ ആൾക്കാർ വരുന്നത് തൃശ്ശൂർ. അപ്പോൾ അത് ഞാനും മുല്ലനേഴും കൂടി സംഗീതം ചെയ്യാം. നാടകം കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് ഗ്രീൻ റൂമിൽ ഒന്ന് പറഞ്ഞു, നാടകം പോരാ, പക്ഷേ പാട്ടുകൾ ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞ് അവർ നമ്മളെ അഭിനന്ദിച്ചു. അപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ പുതിയ നാടകത്തിന് ഞങ്ങൾക്ക് സംഗീതം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അങ്ങനെ പെരുമ്പാവൂർ നാടകശൈലി ചെന്നിട്ട് അതിന് ചെന്നപ്പോഴാണ് ശ്രീമൂലനഗരം വിജയൻ എന്ന് പറഞ്ഞ ആളെ കാണുന്നത്. അത് ജീവിതത്തെ ഏറ്റവും വലിയ ഭാഗ്യമായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ് കൽപ്പാന്തകാലത്തുള്ള പാട്ടിലാക്കാൻ എന്നെ വിളിക്കുന്നത്. 4 പാട്ടുകൾ ഒരു സിനിമയ്ക്ക് ചെയ്തു. അത് 4 ജനങ്ങൾ സ്വീകരിച്ചു. ദാസേട്ടൻ പാടിയ കൽപ്പാന്തകാലമാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചതും നമ്മളെ പ്രൊമോട്ട് ചെയ്തതും. അങ്ങനെയാണ് പാട്ടുകാരനെ പോയിട്ട് ഉണ്ടായ അനുഭവം. പിന്നെ എല്ലാരും അങ്ങ് ആദരിക്കുകയല്ലേ മാഷിനെ ഇപ്പൊ വിളിച്ചിട്ട്? ഇപ്പൊ ഏറ്റവും കൂടുതൽ ആദരവ് കിട്ടുന്ന ആള് ഇന്ത്യയിൽ ഞാനോ. ഇപ്പൊ മാഷിനെ കണ്ടതിൽ കുറെ സന്തോഷം മാഷെ. സന്തോഷം. അപ്പൊ മാഷെ കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, കുട്ടികളുടെ പാട്ടൊക്കെ കേൾക്കാൻ. അതിനു മുന്നേ ഒരു 2 പേര് ഞങ്ങൾക്ക് കേൾക്കണം. ഞാനൊരു പാട്ടിന് 4 വരി പാടാം. കൃഷ്ണ തുളസിയും മുലയും തുമ്പയും പൊട്ടിച്ചിരിക്കുന്ന ഗ്രാമസന്ധ്യ, പാണന്റെ തുടിച്ചേരും പാട്ടിലൊരായിരം പാലപ്പൂരിയുന്ന ഗ്രാമസന്ധ്യ, കൃഷ്ണ തുളസിയും മുലയും തുമ്പയും പൊട്ടിച്ചിരിക്കുന്ന ഗ്രാമസന്ധ്യ, ചക്കരമാവിൻ്റെ താഴത്ത് ബാല്യത്തിൻ
സ്വപ്നങ്ങൾ ചാലിച്ച ഗ്രാമസന്ധ്യ മോനനിലാവിൻ്റെ താരിളം തെന്നലി കൃഷ്ണതുളസിയും മുലയും തുമ്പയും പൊട്ടിച്ചിരിക്കുന്ന ഗ്രാമസന്ധ്യ ഇടനെഞ്ചിലോമനെ നിന്നെ കുറിച്ചുള്ള സ്മരണയുമായി യാത്ര ചൊല്ലു ഇടനെഞ്ചിലോമനെ നിന്നെ കുറിച്ചുള്ള സ്മരണയുമായി യാത്ര ചൊല്ലു വിട ചൊല്ലി മറയുന്ന സന്ധ്യേ നിനക്കെൻ്റെ ഇടറുന്ന യാത്രാമൊഴികൾ ഇടറുന്ന യാത്രാമൊഴികൾ നിപമഗ